ശബരിമല വാഴും സ്വാമി ശരണമയ്യപ്പ, ഹരിഹരാത്മജനാം സ്വാമി ശരണമയ്യപ്പ. ശബരിമല വാഴും സ്വാമി ശരണമയ്യപ്പ, ഹരിഹരാത്മജനാം സ്വാമി ശരണമയ്യപ്പ. ഹരിഹരസുതൻ ആനന്ദചിത്തൻ അയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. സർവം ശ്രീരാധാകൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീരാധേ രാധേ. സ്വസ്തികയിലൂടെ അയ്യപ്പസ്വാമിയുടെ കഥ കേൾക്കാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇനിയുള്ള കുറച്ച് ദിവസങ്ങളിലായിട്ട് ശബരിമലയിലെ അയ്യപ്പസ്വാമിയുടെ കഥ പറയാനൊരു ശ്രമം നടത്തുകയാണ്. എനിക്ക് 7-8 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് മല ചവിട്ടുന്നത് അച്ഛൻ്റെ കൂടെ. അന്ന് 18-ാം പടിയൊന്നും ചവിട്ടിയ ഓർമ്മയൊന്നുമില്ല കേട്ടോ. നല്ല തിരക്കൊക്കെ ഉണ്ടാവും. ചെറിയ കുട്ടിയാണ്, ഒരു 9 വയസ്സ് കഷ്ടി പ്രായം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഓർമ്മ എന്ന് പറയുന്നത്, നമ്മളിങ്ങനെ ശ്രീകോവിലിൻ്റെ മുന്നിൽ വന്നു, നിറയെ ആൾക്കാരിങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ കയ്യിലും പിടിച്ചിട്ടാണല്ലോ ഞാൻ പുറകെ നടക്കുന്നുണ്ട്. പക്ഷേ ആ ശ്രീകോവിലിൻ്റെ മുന്നിലെത്തിയപ്പോൾ അച്ഛൻ എന്നെ മറന്നുപോയി. അച്ഛൻ ഇങ്ങനെ എല്ലാം മറന്ന് അയ്യപ്പസ്വാമിയെ തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ കുഞ്ഞാണ്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, നല്ല ഹൈറ്റ് കുറവാണ്. അപ്പം ഞാൻ ഏന്തി വലിങ്ങനെ നോക്കുമ്പോൾ ഒരു പോലീസ് സ്വാമി എന്നെ എടുത്ത് ഉയർത്തി കാണിച്ചു തന്നു. അപ്പോൾ ഭഗവാന്റെ വിഗ്രഹം ഇത്ര ചെറിയൊരു വിഗ്രഹമായിട്ടാണ് എനിക്ക് എൻ്റെ ഓർമ്മയിലിരിക്കുന്നത്. അയ്യപ്പസ്വാമി ഒരുപാട് വർഷങ്ങളായിട്ട് ദർശിക്കുന്ന ആളുകൾക്ക് അറിയായിരിക്കും. അപ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള ആ വിഗ്രഹം ഇപ്പോഴും കണ്ണടയ്ക്കുമ്പോൾ എനിക്ക് കാണാം. ആ കുഞ്ഞൊരു തങ്ക വിഗ്രഹം, ചുറ്റിനും ഇങ്ങനെ പൂജാരിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. അവർ ഈ നെയ്യ് ഇങ്ങനെ അഭിഷേകം ചെയ്യണം. അപ്പോൾ എന്നെ എടുത്ത് ഉയർത്തുന്നതും ആ സ്വർണ്ണ വിഗ്രഹം ഞാൻ ഒരു നോക്ക് കണ്ടു. അതിലേക്ക് ഇങ്ങനെ നെയ്യ് ഒഴിക്കുന്ന രൂപമാണ് ഞാൻ കാണുന്നത്. ഇപ്പോഴും നെയ്യഭിഷേകമാണ്, നെയ്യഭിഷേക പ്രിയനാണല്ലോ അയ്യപ്പസ്വാമി. അപ്പം അതാണ് എൻ്റെ മനസ്സിലിരിക്കുന്ന അയ്യപ്പസ്വാമിയുടെ രൂപം. ആ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ കണ്ട രൂപം. ആ രൂപം ധ്യാനിച്ചുകൊണ്ട് ഞാൻ അയ്യപ്പസ്വാമിയോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, അങ്ങയുടെ കഥ, ആ കഥ വളരെ സുന്ദരമായിട്ട് ഭക്ത മനസ്സുകളെ സ്പർശിക്കുന്ന രീതിയിൽ യഥാർത്ഥമായിട്ടുള്ള സത്യമായിട്ടുള്ള ആ കഥ എൻ്റെ മുന്നിലേക്ക് തുറന്ന് കാണിച്ചു തരണം. അത് ഭക്തജനങ്ങളിൽ എത്തിക്കാൻ അങ്ങ് എന്നെ സഹായിക്കണം. ജാതി, മത, വർണ്ണ, വർഗ വിവേചനങ്ങൾക്ക് അതീതനായ ഒരു ദൈവസങ്കല്പാണ് സ്വാമി അയ്യപ്പൻ. അയ്യപ്പസ്വാമി ശ്രീ ധർമ്മശാസ്താവിൻ്റെ 8ാമത്തെ അവതാരമാണെന്നാണ് പറയുന്നത്. മണികണ്ഠൻ, കലിയുഗവരദൻ, ശബരിഗിരീശൻ, നിത്യബ്രഹ്മചാരി, കാനനവാസൻ, ഇങ്ങനെ ഒരുപാട് പേരുകളുണ്ട് അയ്യപ്പസ്വാമി. അദ്ദേഹത്തിന്റെ കഥ കേട്ടാൽ ആർക്കും മുഷിച്ചിലുണ്ടാവില്ല. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതാണ് അയ്യപ്പസ്വാമിയുടെ കഥയല്ലേ. അദ്ദേഹം കേരളത്തിൽ മാത്രം പ്രശസ്തമായിട്ടുള്ള ദൈവമല്ല. അയ്യപ്പസ്വാമിയെ കാണാനായിട്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ഭക്തന്മാരെത്താറുണ്ട് അല്ലേ. എന്നാൽ നമ്മൾ കേട്ട് പഴകിയ കഥകളിൽ ചില അപൂർണതകൾ കൂടിയുണ്ട്. അതും കൂടി പൂർണ്ണമായാലേ അയ്യപ്പസ്വാമിയുടെ കഥ സമ്പൂർണ്ണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ശബരിമല അയ്യപ്പസ്വാമി ക്ഷേത്രം ഇപ്പോൾ ലോകപ്രസിദ്ധമാണ്. പല സംഭവ വികാസങ്ങളും ഈ കഴിഞ്ഞ കാലഘട്ടത്തിനുള്ളിൽ അവിടെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അയ്യപ്പസ്വാമിയുടെ കഥ കേൾക്കാനായിട്ട് കാതോർത്തിരിക്കുന്ന ഒരുപാട് ഭക്തലക്ഷങ്ങൾ നമ്മുടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അപ്പോൾ അവർക്ക് മുന്നിൽ അയ്യപ്പസ്വാമിയുടെ യഥാർത്ഥ കഥ പറയാനുള്ളൊരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. അയ്യപ്പദാസനായ ശ്രീ വീരമണി അയ്യർ എന്നൊരു അയ്യപ്പ ഭക്തൻ എഴുതിയ സമത്വശാസ്ത്ര എന്നൊരു പുസ്തകമുണ്ട്. ഈ പുസ്തകത്തിൽ സ്വാമി അയ്യപ്പൻ്റെ ചരിത്രം ഏറെക്കുറെ അദ്ദേഹം ഒരുപാട് റിസർച്ചൊക്കെ ചെയ്തിട്ടാണ് ആ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ഞാൻ സ്വാമി അയ്യപ്പൻ്റെ കഥ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അയ്യപ്പസ്വാമി നമ്മളെ ശരിയായ വഴിയിലേക്ക് നയിക്കട്ടെ. തത്വമസി പൊരുളായ ആ ഭഗവത് ചൈതന്യം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ കാണാൻ പോകുന്നവരും അയ്യപ്പനാണ്. അതായത് ഭക്തനും അയ്യപ്പൻ, ഭഗവാനും അയ്യപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു അതിസുന്ദരമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഈശ്വര സങ്കല്പമാണ് സ്വാമി അയ്യപ്പൻ.
ഈ ഐതിഹ്യത്തിലേക്കുള്ള വഴിയിൽ അദ്ദേഹം നമുക്ക് നേർവഴി കാണിക്കട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. പമ്പയുടെ തീരത്തിൽ കാനനത്തിൽ നിന്ന് കിട്ടുന്ന മണി കെട്ടിയ ഒരു കുഞ്ഞിന്റെ കഥയായിരിക്കും പലർക്കും അറിയാവുന്നത്. പക്ഷേ അയ്യപ്പ സ്വാമിയുടെ ചരിത്രത്തിന് യുഗങ്ങളോളം പഴക്കമുണ്ട്. സ്കന്ദപുരാണത്തിൽ ധർമ്മശാസ്താവിന്റെ അവതാരത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. അവിടെ മുതലാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത്. അതായത് പാലാഴി മഥന കഥയോളം പഴക്കമുണ്ട് ശാസ്താവിന്റെ ചരിത്രത്തിന്. പാലാഴി മഥന സമയത്ത് ഭഗവാൻ മോഹിനി അവതാരം ആദ്യമായി എടുക്കുന്നത് എന്തിനായിരുന്നു? അസുരന്മാരിൽ നിന്ന് അമൃതം കൈക്കലാക്കി ദേവന്മാർക്ക് നൽകാനായിട്ട്. ആ കഥ ശ്രീസൂക്തം വിവരിക്കുമ്പോൾ ശ്രീസൂക്തത്തിലെ ആദ്യത്തെ മന്ത്രം മഹാലക്ഷ്മിയുടെ ഉത്ഭവ കഥയില് ഞാൻ പാലാഴി മഥനം നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കൂ. സ്വസ്തിക ഓൾവേസ് വെൽ യൂട്യൂബിലുണ്ട്. അപ്പോൾ പാലാഴി മഥനം നടക്കുമ്പോൾ ഭഗവാൻ മോഹിനി അവതാരം എടുക്കുന്നു. ഭഗവാന്റെ അംഗലാവണ്യം, ആ മാദകമായ സൗന്ദര്യത്തില് 33 കോടി ദേവീ ദേവന്മാരും മയങ്ങിപ്പോകുന്നു. പക്ഷേ ആ സൗന്ദര്യം ആ സമയത്ത് പരമശിവൻ മാത്രം ദർശിക്കുന്നില്ല. ആ സൗന്ദര്യത്തെക്കുറിച്ച്, അതായത് മഹാവിഷ്ണു എടുത്ത അതിസുന്ദരമായ ആ ഒരു അവതാര രൂപം കുറച്ചു നേരത്തേക്ക് എടുത്തിട്ടുള്ളൂ ആ സ്ത്രീ രൂപം. പക്ഷേ അത് ആരെയൊക്കെയാണ് ഭ്രമിപ്പിച്ചത്, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്, ഇതൊക്കെ നാരദരുടെ വായിൽ നിന്ന്, ഭഗവാന്റെ പരമഭക്തനായ നാരദരുടെ വായിൽ നിന്ന് ഉമാമഹേശ്വരന്മാർ അറിയാനിടയാവുകയാണ്. അപ്പൊ പരമശിവന് അതിയായ ആഗ്രഹം തോന്നും മഹാവിഷ്ണുവിന്റെ ആ മോഹിനി രൂപം ഒന്ന് ദർശിക്കാൻ. ആ സമയത്ത് ബലിയുടെ പുത്രനായ വൃകാസുരൻ കഠിനമായ തപസ്സനുഷ്ഠിക്കുകയാണ്. തനിക്കൊരു വരസിദ്ധി വേണം. ദേവന്മാർ ഒരിക്കലും തന്നെ തോൽപ്പിക്കാൻ പാടില്ല. 3 ലോകങ്ങളിലും തന്നെ ആർക്കും നശിപ്പിക്കാൻ സാധിക്കരുത്. തനിക്കൊരിക്കലും മരണം ഉണ്ടാവരുത്. അങ്ങനെ ഒരു മനസ്സിലൊരു ചിന്ത വെച്ചുകൊണ്ട് അദ്ദേഹം പരമശിവനെയാണ് ധ്യാനിക്കുന്നത്. പരമശിവൻ ക്ഷിപ്രപ്രസാദിയാണല്ലോ. തന്നെ ഭക്തിപൂർവം സ്മരിക്കുന്ന ആർക്കും അദ്ദേഹം വരങ്ങൾ ദാനം ചെയ്യാറുണ്ട്. എന്നാൽ മഹാവിഷ്ണു അപ്രകാരമല്ല. ചിത്തശുദ്ധി കൈവരുത്തി മോക്ഷത്തിന് ഏറ്റവും യോഗ്യരായ ആൾക്ക് മാത്രമേ മഹാവിഷ്ണു വരപ്രസാദം കൊടുക്കുകയുള്ളൂ. എന്നാൽ തമോ ഗുണസ്ഥനാണോ രജോ ഗുണസ്ഥനാണോ എന്നൊന്നും നോക്കാതെ ഭക്തി മാത്രം നോക്കിയിട്ട് തന്നോട് എത്രമാത്രം ആത്മാർത്ഥതയുണ്ട്, സ്നേഹമുണ്ട്, ഭക്തി ഉണ്ടോ എന്ന് നോക്കിയിട്ട് പ്രസാദിക്കുന്ന ക്ഷിപ്രപ്രസാദിയായിട്ടുള്ള പരമശിവനെ തന്നെയാണ് ഇവിടെ വൃകാസുരനും ആശ്രയിച്ചത്. പക്ഷപാതരഹിതമായിട്ടാണ് പരമശിവൻ എപ്പോഴും പ്രവർത്തിക്കുന്നത്. പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് വരം എന്താണ് വേണ്ടതെന്ന് ആവശ്യപ്പെടുമ്പോൾ വൃകാസുരൻ ആവശ്യപ്പെടുന്ന വരം എന്താണെന്ന് വെച്ചാൽ തന്റെ ചൂണ്ടുവിരൽ കൊണ്ട് താൻ ആരെയാണോ തൊടുന്നത് അയാൾ അപ്പ തന്നെ തല പൊട്ടിത്തെറിച്ച് മരണപ്പെടണം. ഈ വരമാണ് പരമശിവനോട് ആവശ്യപ്പെട്ടത്. പരമശിവൻ സന്തോഷത്തോടുകൂടി വരം ദാനമായി നൽകുകയും ചെയ്തു. എന്നാൽ വരം ആർക്കാണ് കൊടുത്തത്? ഒരു തമോ ഗുണസ്ഥനാണ്, മൂഢനാണ് അയാൾ. അതുകൊണ്ട് തന്നെ വരം കിട്ടിയ പാടെ വൃകാസുരൻ പറഞ്ഞു, എനിക്ക് ഈ വരം തന്നത് ഫലിക്കുമോ എന്ന് പരീക്ഷിച്ചു നോക്കണം. പരമശിവൻ പറഞ്ഞു, പരീക്ഷിച്ചു നോക്കൂ, എവിടെയെങ്കിലും ചൂണ്ടുവിരൽ തൊട്ടു നോക്കൂ, അത് പൊട്ടിത്തെറിക്കുന്നത് നിനക്ക് തന്നെ ദർശിക്കാം. അപ്പോൾ വൃകാസുരൻ പറഞ്ഞു, മൂഢനായ വൃകാസുരൻ പറഞ്ഞു, എനിക്കിത് അങ്ങയിൽ തന്നെ പരീക്ഷിക്കണം. അപ്പോ പരമശിവന് വല്ലാത്ത ദേഷ്യം വന്നു. വരം കൊടുത്ത ആൾക്ക് തന്നെ പണി തരികയാണോ? പെട്ടെന്ന് തന്നെ അദ്ദേഹം അപ്രത്യക്ഷനായി. എന്നാൽ വൃകാസുരനോ ഈ വരപ്രസാദത്തോടുകൂടി അഹങ്കാരിയായി മാറി. അയാൾ എല്ലാത്തിലും തൊട്ട് എല്ലാത്തിനെയും നശിപ്പിക്കാൻ തുടങ്ങി. തന്റെ വഴിയിൽ ആരൊക്കെയാണോ വരുന്നത് അവരെയൊക്കെ ചൂണ്ടുവിരൽ തൊട്ട് നശിപ്പിക്കുക. അപ്പൊ ഈ വിവരം നാരദനിലൂടെ മഹാവിഷ്ണു അറിയാണ്. മൂഢനായ വൃകാസുരനെ കൂർമ്മ ബുദ്ധി കൊണ്ട്, കൗശലം കൊണ്ട് മാത്രമേ ഇല്ലാതെയാക്കാൻ സാധിക്കുള്ളൂ എന്ന് മഹാവിഷ്ണുവിന് തോന്നി. മാത്രല്ല അവന്റെ ഒരു അഹങ്കാരം വരം നൽകിയ ആളെ തന്നെ നശിപ്പിക്കാനായിട്ട് തോന്നും. അപ്പൊ എത്രമാത്രം നീചനും ദുഷ്ടനുമായിട്ടുള്ള മനസ്സാണ് വൃകാസുരന്. അതുകൊണ്ട് ഈ വരം കൊണ്ട് തന്നെ അവൻ നശിക്കണം. അപ്പൊ അതിന് എന്താണ് ചെയ്യേണ്ടതെന്ന് മഹാവിഷ്ണു ആലോചിക്കും. എന്നിട്ട് ആ മോഹിനി രൂപം സ്വീകരിക്കും. എന്നിട്ട് നേരെ വൃകാസുരൻ കടന്നു വരുന്ന വഴിയിൽ സുന്ദരിയായ ആ സൗന്ദര്യധാമമായിട്ട് അങ്ങനെ മോഹിനി രൂപം സ്വീകരിച്ച് അദ്ദേഹം നിൽക്കുകയാണ്. വൃകാസുരൻ തൊട്ടതെല്ലാം ഭസ്മമാക്കിക്കൊണ്ട് അങ്ങനെ വരികയാണ്. അങ്ങനെ അവന് ഭസ്മാസുരൻ എന്ന പേരും നേടിക്കഴിഞ്ഞു. അവന്റെ വഴിയിൽ അതിസുന്ദരിയായൊരു സൗന്ദര്യധാമം അങ്ങനെ നിൽക്കാണ്. മോഹിനി രൂപം സ്വീകരിച്ച് നിൽക്കാണ് ഭഗവാൻ. ദേവീ ദേവന്മാർ പോലും ആ മാദക സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയി. പിന്നെയാണോ മൂഢനായിട്ടുള്ള ആ ഭൗതികതയിൽ ജീവിക്കുന്ന ആ കാമത്തിന് അടിമപ്പെട്ട ഇത്തരത്തിലുള്ള അസുരന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? ഭഗവാനെ കാണുന്ന മാത്രയിൽ, ആ മോഹിനി രൂപം കാണുന്ന മാത്രയിൽ തന്നെ വിഷ്ണുമായയിൽ പെട്ടുപോവാണ് ഭസ്മാസുരൻ. അപ്പോ ഭസ്മാസുരൻ മോഹിനിയുടെ പിന്നാലെ പോവുകയാണ്. എന്നിട്ട് പറയും,
ഹേ സുന്ദരി, നീ ആരാണ്? ഞാന് ഭസ്മാസുരനാണ്, മൃഗാസുരനായിരുന്നു. പക്ഷേ ഇപ്പൊ ഞാൻ തൊട്ടതെല്ലാം ഭസ്മാകുമ്പോ എന്നെ എല്ലാരും ഭസ്മാസുരൻ എന്നാണ് വിളിക്കുന്നത്. എന്നെ ആർക്കും ഈ 3 ലോകത്തിൽ ആർക്കും കീഴടക്കാൻ സാധിക്കില്ല. നീ എന്റെ പട്ടമഹിഷിയായിട്ട് വരുമോ എന്ന് ചോദിക്കും. അപ്പോ ഭഗവാൻ പറയും, ഞാനാണ് മോഹിനി. എനിക്ക് നന്നായിട്ട് നൃത്തം ചെയ്യാൻ അറിയാം. ഞാൻ ജീവിതത്തിൽ ഒരു ശപഥം എടുത്തിട്ടുണ്ട്. എൻ്റെ പോലെ നൃത്തം ചെയ്യാൻ സാധിക്കുന്ന ഒരു ആളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുകയുള്ളൂ. അപ്പോൾ മൃഗാസുരൻ പറഞ്ഞു, അയ്യോ, എനിക്ക് നൃത്തം അറിയില്ലല്ലോ, നീ എനിക്ക് പഠിപ്പിച്ചു തരൂ, ഞാൻ അതുപോലെ ചെയ്യാം. ഞാനും നിന്നെ പോലെ നല്ലൊരു നർത്തകനായി മാറാം. അപ്പോൾ നീ എന്നെ വിവാഹം കഴിക്കുമല്ലോ. അപ്പോൾ മോഹിനി പറഞ്ഞു, ശരി, എന്നാൽ ഞാൻ കുറച്ച് അടവുകൾ ഒക്കെ നിനക്ക് പഠിപ്പിച്ചു തരാം, ഞാൻ ചെയ്യണ പോലെ ചെയ്യൂ എന്ന് പറയും. എന്നിട്ട് മോഹിനി മൃഗാസുരന് കുറേ നൃത്ത അടവുകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ അതിലൊരു അടവ് എന്ന് പറയുന്നത് സ്വന്തം കൈവിരൽ കൊണ്ട് തൻ്റെ തലയിൽ ഇങ്ങനെ തൊടുക എന്നുള്ളതായിരുന്നു ഒരു അടവ്. അത് മോഹിനി പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ വിഷ്ണുമായയിലും മൂടി മുങ്ങി അങ്ങനെ എല്ലാം മറന്നുപോയി. തനിക്ക് എന്ത് വരാണ് കിട്ടിയത്, ആ വരം എങ്ങനെ ഉപയോഗിച്ചാൽ തനിക്ക് തന്നെ ആപത്താ, ഒക്കെ മറന്നുപോയി. അങ്ങനെ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ എന്ന് പറയുന്ന പോലെ മോഹിനി പറഞ്ഞു കൊടുത്ത അടവ് പ്രയോഗിച്ച ഭസ്മാസുരൻ സ്വന്തം കൈവിരല് സ്വന്തം തലയിൽ തന്നെ വെച്ച് തല പൊട്ടിത്തെറിച്ച് മരണപ്പെടുകയാണ്. അങ്ങനെ ഭസ്മാസുരന്റെ അന്ത്യം സംഭവിക്കുന്നു മോഹിനിയിലൂടെ. ഇത് നാരദനിലൂടെ വീണ്ടും പരമശിവൻ അറിയാണ്. അപ്പം ഭഗവാൻ വീണ്ടും മോഹിനി അവതാരം എടുത്തോ, എന്നാൽ എനിക്കതൊന്ന് കാണണം എന്ന് പറഞ്ഞ ഉടനെ തന്നെ മോഹിനിയെ കാണാനായിട്ട് വൈകുണ്ഠത്തിൽ എത്തുകയാണ് പരമശിവൻ. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, വേണ്ട, ഇനി ആ അവതാരം ഞാൻ എടുക്കുന്നില്ല, ഈ ഒരു കാര്യത്തിനും കൂടി മാത്രമേ ഇനി അത് ഞാൻ എടുക്കണുള്ളൂ, ഇനി ഞാൻ എടുക്കില്ല എന്ന് പറയുമ്പോൾ പരമശിവൻ നിർബന്ധിക്കും, അങ്ങ് മോഹിനിയായിട്ട് ഒന്ന് മാറൂ, ഞാനൊന്ന് കണ്ടോട്ടെ. അങ്ങനെ പരമശിവന്റെ നിർബന്ധത്തില് ഭഗവാൻ വീണ്ടും മോഹിനി അവതാരം എടുക്കുകയാണ്. അങ്ങനെ മഹാവിഷ്ണു തൻ്റെ ആ മോഹിനി രൂപം കൈക്കൊള്ളുകയാണ്. പരമശിവന് മുന്നിൽ ആ അതിസുന്ദരമായിട്ടുള്ള മാദകമായിട്ടുള്ള ആ സൗന്ദര്യം ആരെയും ആകർഷിപ്പിക്കുന്ന ഭഗവാന്റെ കണ്ണുകൾ, മൂക്ക്, ചുണ്ട്, ആ ശരീര വടിവ്, ഇതൊക്കെ കാണുമ്പോൾ പരമശിവൻ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു നിന്നുപോകും. അതുമാത്രമല്ല, പരമശിവൻ അഭ്യർത്ഥിക്കുകയാണ് എൻ്റെ കൂടെ നൃത്തം ചെയ്യാനായിട്ട്. അങ്ങനെ പരമശിവനും മോഹിനിയും കൂടെ മണിക്കൂറുകളോളം, അതായത് യുഗങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു അതിസുന്ദരമായ നൃത്തം അരങ്ങേറുമെന്നാണ് പറയുന്നത്. ആ നൃത്തത്തിനൊടുവില് പരമശിവൻ മോഹിനിയെ ഗാഠമായിട്ട് ആലിംഗനം ചെയ്യും. ആ ആലിംഗനത്തിൽ മോഹിനിയുടെ വലതേ തുടയിൽ നിന്നുമാണ് ഒരു ശിശു ജനിക്കുന്നത്. അപ്പോ ഒരു പുരുഷനും തമ്മിൽ സംഗമിക്കുമ്പോൾ ഉണ്ടായ ഒരു ശിശു, അതെങ്ങനെ സംഭവിച്ചു? അതിന് എല്ലാ ദേവീ ദേവന്മാരും സംശയിക്കും, ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോ മഹാവിഷ്ണു പെട്ടെന്ന് തന്നെ തന്റെ മോഹിനി രൂപം വെടിഞ്ഞ് യഥാർത്ഥ രൂപത്തിൽ വന്നു. പരമശിവനും അത്ഭുതപ്പെടുകയാണ്, ഇത് എങ്ങനെ സംഭവിച്ചു, ഇത് എന്തുകൊണ്ട് സംഭവിച്ചു? അപ്പൊ എല്ലാം സംഭവിക്കുന്നതിന് പിന്നിൽ എന്തോ ഒരു കാര്യമുണ്ട്. അപ്പൊ വരാനിരിക്കുന്ന എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും ഈ കുട്ടിയുടെ ജനനത്തിന് പിന്നിൽ എന്ന് മഹാവിഷ്ണു എല്ലാവർക്കും ഒരു സൂചന നൽകി. എന്നിട്ട് കുഞ്ഞിനെ വളർത്താനായിട്ട് ബ്രഹ്മാവിനും സരസ്വതി ദേവിക്കും ഏൽപ്പിക്കുകയാണ്. മകരസംക്രാന്തിയില് പഞ്ചമി തിഥിയില് വൃശ്ചിക രാശിയില് ഉത്രം നക്ഷത്രത്തിലാണ് ആ ശിശു ജനിക്കുന്നത്. ഹരിഹര സംയോഗത്തിൽ നിന്നുണ്ടായ ആ ശിശുവിന് ധർമ്മശാസ്ത്ര എന്നുള്ള പേരാണ് നൽകപ്പെട്ടത്. വൈഷ്ണവ ചൈതന്യവും ശൈവ ചൈതന്യവും കൂടി ചേർന്ന ആ അതിസുന്ദരമായിട്ടുള്ള ആ രൂപം, ആ ധർമ്മശാസ്താവ് എന്നുള്ള ആ ശിശു ഏവരുടെ കണ്ണുകളെയും മോഹിപ്പിക്കുന്നതായിരുന്നു. ധർമ്മശാസ്താവ് ബ്രഹ്മാവിൽ നിന്നും സരസ്വതിയിൽ നിന്നും എല്ലാ വേദ പാഠങ്ങളും മനസ്സിലാക്കി, പിന്നെ ബൃഹസ്പതിയിൽ നിന്ന് കൂടുതൽ അറിവുകൾ നേടി പരമശിവന്റെ അടുത്ത് കൈലാസത്തിലെത്തി വീണ്ടും ഒരുപാട് അറിവുകൾ സ്വായത്തമാക്കി വേദശാസ്താവായി മാറി. ആയോധന കലകളിലും അദ്ദേഹം മികച്ച അറിവുകൾ സ്വായത്തമാക്കി ദേവേന്ദ്രന്റെ സൈന്യത്തിൽ ചേർന്നു. ദേവസേനാധിപതിയാണല്ലോ പരമശിവന്റെ മൂത്തപുത്രനായ കാർത്തികേയൻ, സ്കന്ദൻ. എന്നാൽ അദ്ദേഹത്തിന്റെ സഹായി ആരാണ്? ധർമ്മശാസ്താവായിരുന്നു. ദേവേന്ദ്രൻ തന്റെ മൂത്ത മകളും വളർത്തുമകളായിട്ടുള്ള ദേവസേനയെ കാർത്തികേയനെ കൊണ്ടാണ് വിവാഹം കഴിപ്പിച്ചത്. തന്റെ രണ്ടാമത്തെ പുത്രിയായ പുഷ്കലയെ ശാസ്താവിനും വിവാഹം കഴിച്ചു കൊടുത്തു. പലിങ്കു രാജാവിന്റെ മകളായിട്ടുള്ള പൂർണ്ണയെയും പിന്നീട് ധർമ്മശാസ്താവ് വിവാഹം ചെയ്യുന്നുണ്ട്. ആ ദേവി തന്നെ പ്രഭ എന്ന പേരിൽ അറിയപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രഭയിൽ നിന്ന് അദ്ദേഹത്തിന് സാത്വികി എന്നൊരു പുത്രനും ഉള്ളതായിട്ട് പറയുന്നുണ്ട്. വേദശാസ്താവ് എന്നൊരു പേര് കൂടി ധർമ്മശാസ്താവിനുണ്ടല്ലോ.
കേരളത്തിലെ തൃശ്ശൂരില് തിരുവുള്ളക്കാവ് എന്നുള്ള ക്ഷേത്രത്തില് അദ്ദേഹം വേദശാസ്താവ് എന്നുള്ള ഭാവത്തിലാണ് ഇരിക്കുന്നത്. ഭാര്യയായ പ്രഭയോടും പുത്രനായ സാത്വികയോടും ഒപ്പമാണ് അദ്ദേഹത്തിന്റെ ചൈതന്യം അവിടെ ഉള്ളത്. പുത്രനായ സാത്വികയ്ക്ക് വേദമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുക്കുന്ന ശാസ്താവാണ് അവിടുത്തെ വേദശാസ്താവ്. കുട്ടികളെ എഴുത്തിനിരുത്താനും വേദങ്ങൾ പഠിച്ചവര് സമർപ്പണം നടത്താനും ഒക്കെ ആ ക്ഷേത്രത്തിലാണ് പോകാറുള്ളത്. വാക്ചാതുര്യം വർദ്ധിക്കാൻ, സംസാരശേഷിയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലൊക്കെ അവിടെ വന്ന് നാവും നാരായം എന്നൊരു വഴിപാട് നടത്തിയാൽ എല്ലാവർക്കും നല്ല സംസാരശേഷിയും വാക്ചാതുര്യം കിട്ടുമെന്നാണ് പറയുന്നത്. കലിയുഗത്തിൽ അധപ്പതിച്ചു പോകുന്ന ധർമ്മത്തെ പുനഃസ്ഥാപിക്കാനായിട്ട് കലിയുഗവരദനായിട്ട് ധർമ്മശാസ്താവ് എപ്രകാരമാണ് അയ്യപ്പസ്വാമിയായി മാറിയത്. ആ ചരിത്രം അവസാനിക്കുന്നില്ല. ബാക്കി കഥ അടുത്ത വീഡിയോയിൽ പറയാം. കാത്തിരിക്കുക. എല്ലാവർക്കും ശ്രീധർമ്മശാസ്താവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. സ്വാമിയേ ശരണമയ്യപ്പ. സർവം ശ്രീ രാധാ കൃഷ്ണാർപ്പണമസ്തു. ജയ ശ്രീ രാധേ.